ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മെക്രോണി വിത്ത് ക്രീം ചീസ് സോസാണ്. ഇന്നിപ്പോൾ ഞാൻ അതിൻ്റെ ഡെറിവേറ്റീവാണ് കാണിക്കുന്നത്. ആ ബെഷമൽ സോസും മെക്രോണിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു വിഭവമാണ്. ഇത് മാക്ക് ആൻഡ് ചീസ് എന്ന് പറയും. അതാണ് ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഞാൻ മെക്രോണി ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. മെക്രോണി ബോയിലിംഗ് വാട്ടറിലിട്ട് ബോയിൽ ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് റണ്ണിങ് വാട്ടറിൽ സ്ട്രെയിൻ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബേസിക് ബെഷമൽ സോസാണ്. അപ്പോൾ മെക്രോണിക്ക് വേണ്ടിയുള്ള ബേസിക് സോസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം. ബേ ലീഫ് ഉണ്ട്, ചോപ്ഡ് ഒനിയൻ ഉണ്ട്, ചോപ്പ് ഗാർലിക് ഉണ്ട്, ചോപ്പ് സെലറി, ചോപ്പ് ലീക്സ്, ബട്ടർ, മൊസറല്ല ചീസ്, പാർമസൻ ചീസ്, ഫ്ലവർ ആൻഡ് ഓയിൽ. ഓക്കെ, നമുക്ക് ആ കുക്കിംഗ് പ്രോസസ്സിലേക്ക് പോകാം. ഞാൻ അതിലോട്ട് കുറച്ച് ബട്ടർ ഇട്ടു. ബട്ടർ ബേൺ ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ 1 സ്പൂൺ ഓയിൽ ആഡ് ചെയ്യണം. ബട്ടർ മെൽട്ടായി വരുമ്പോഴേക്കും ഞാൻ അതിലൊരു ബേ ലീഫ് ഇട്ടു. അതിലേക്ക് ഞാൻ ഒനിയൻ ഇട്ടു, ഗാർലിക് 1 സ്പൂൺ ഇട്ടു. ഓക്കെ, ഇനി അതിലേക്ക് ഞാൻ ചോപ്പ് സെലറി ആഡ് ചെയ്യുന്നു, ചോപ്പ് ലീക്സും ആഡ് ചെയ്യുന്നു. ഞാനൊരു മീഡിയം സൈസ് അനിയനാണ് എടുത്തത്. അതിലേക്കൊരു 10 ഗ്രാം ഗാർലിക്ക്, പിന്നെ ഒരു 10 ഗ്രാംസ് ഓഫ് ചോപ്പ് സെലറി ആൻഡ് 10 ഗ്രാംസ് ഓഫ് ചോപ്പ് ലീക്സ് ആണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഓക്കെ, ബേ ലീഫ് 2 ഇട്ടിട്ടുണ്ട്. ഫ്ലവർ ആഡ് ചെയ്യാം. എന്തിനാണ് ഈ സെലറിയും ലീക്സും ഇട്ടത്? അതിനകത്ത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലായി, ഇപ്പം ബട്ടറിൻ്റെയും ആ ഗാർലിക്കിൻ്റെയും ഫ്ലേവർ നമുക്ക് പുറത്ത് വരുന്നുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇത് നന്നായിട്ട് സോട്ടേ കഴിഞ്ഞ് ഞാൻ അതിലേക്കൊരു 4 സ്പൂൺ ഫ്ലവർ ഇടുകയാണ്. ഓക്കെ, ഇനി അത് നന്നായിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്യുക. അപ്പോൾ ഇതിനെയാണ് ബേസ് റൂ ഉണ്ടാകുന്നത്. ബട്ടർ ആൻഡ് ഫ്ലവർ ബിക്കംസ് എ റൂ. റൂ ഒരു ഫ്രഞ്ച് ടേമാണ്. ഓക്കെ, ഇതൊരു തിക്കനിങ് ഏജൻ്റാണ്. ഇതിലോട്ട് നമ്മൾ ഇനി ഇതിനകത്തോട്ട് സ്റ്റോക്കോ വെള്ളമോ ക്രീമോ ഒഴിക്കുമ്പോഴേക്കും ഇത് തിക്കായിക്കൊണ്ടിരിക്കും. ഫ്ലവർ ഒന്ന് സോട്ട് ആയി കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് അതിൻ്റെ റോ ഇത് മാറി അത് ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് വന്നു കഴിഞ്ഞു ഞാനിതിലേക്ക് വാട്ടർ ഒഴിക്കുകയാണ്. ഓക്കെ, നന്നായിട്ട് സ്റ്റർ ചെയ്യുക. മേക്ക് ഷുവർ ദാറ്റ് ദർ ഇസ് നോ ലംസ് ഇല്ലാതെ അത് ചെയ്യണം. കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ ലംസ് ഒന്നും ഇല്ലാതെ നല്ല ഒരു തിക്കായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് സോൾട്ട് ആഡ് ചെയ്യുന്നു, കുറച്ച് ക്രഷ് പെപ്പർ ആഡ് ചെയ്യുന്നു. ഇതിൽ എന്ത് ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുന്നോ അതിൻ്റെ ഒരു ഡെറിവേറ്റീവ് ആക്കാം. നമുക്ക് മഷ്റൂം ആഡ് ചെയ്യുമ്പോൾ മഷ്റൂം ക്രീം സോസ് ആകുന്നു, ചിക്കൻ ആഡ് ചെയ്യുമ്പോൾ ചിക്കൻ ക്രീം സോസ് ആവുന്നു, പ്ലസ് ചീസ് ആഡ് ചെയ്യുമ്പോൾ ചീസ് സോസ് ആവുന്നു. അത് ബോയിലായി കഴിഞ്ഞതിന് ശേഷം നമുക്കതിലോട്ട് ക്രീം ആഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ബെഷമൽ സോസ് ബോയിലായി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ കുറച്ച് ക്രീം ആഡ് ചെയ്യണം. ഓക്കെ, ഫ്രഷ് ക്രീമാണ്. അത് മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഡസൻറ്റ് സ്റ്റിക്ക് ടു ദ ബോട്ടം. അപ്പോൾ അത് നല്ല വൈറ്റിഷ് ക്രീം സോസ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പാസ്ത സോസ് റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, ഇതൊരു ബേസിക് സോസാണ്, നല്ലൊരു തിക്ക് സോസ് ആയിട്ടുണ്ട്. ഞാനിതിനെ ബോളിലോട്ട് മാറ്റുകയാണ്. ഓക്കെ, നമുക്കിതിന് പാസ്തയായിട്ട് മിക്സ് ചെയ്ത് കാണിക്കാം. അവിടെ മെക്രോണി വിത്ത് ക്രീം സോസ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ പാൻ ചൂടാക്കുന്നു. ഈ ബെഷമൽ സോസിൽ എല്ലാ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ഒനിയൻ, ഗാർലിക്, സെലറി ലീക്സ് എല്ലാം ഉണ്ട്. ആവശ്യത്തിന് സോസ് ഒഴിക്കുന്നു. നമ്മൾ അതിലോട്ട് ആവശ്യത്തിന് ഞാനൊരു 3 സ്പൂൺ മെക്രോണി ഇട്ടു. ഓക്കെ, ഒരു സിംഗിൾ പോർഷൻ ഇത് ശകലോടെ ഇടാം. ഇതിനകത്ത് ഓൾറെഡി ഈ സോസിൽ ഓൾറെഡി ഞാൻ സീസണിങ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം വേറെ സീസണിങ്സിൻ്റെ ആവശ്യമില്ല. ഇതിലോട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇനി കുറച്ച് ചീസ്, മൊസറല്ല ചീസ് ഞാൻ ആഡ് ചെയ്യുന്നു, കുറച്ച് പാർമസൻ ചീസും ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇത് ഞാൻ ചീസ് സോസാണ് ചെയ്യുന്നത്. ഇതൊരു റിച്ച് സോസാണ് കേട്ടോ. അപ്പം ചീസെല്ലാം മെൽറ്റായി കഴിഞ്ഞു. ഞാനിത് ഡിഷ് ഔട്ട് ചെയ്യുകയാണ്. ഓക്കെ, പാസ്ത റെഡി ആയി കഴിഞ്ഞു. ഞാനിത് ഡിഷ് ഔട്ട് ചെയ്യുകയാണ്. നൈസ് ചീസ് സോസ് നോക്കിക്കോളൂ.
എത്ര വേഗത്തിലാണ് ഇതിൻ്റെ പ്രോഡക്റ്റ് റെഡി ചെയ്യാൻ നോക്കിക്കോളൂ. കുറച്ച് ഗാർണിഷ് ചെയ്യാം. കുറച്ച് പാർമസൻ ചീസ് ഇട്ടു. എല്ലാവർക്കും ഇഷ്ടമായല്ലോ.